കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദീപാവലി സ്വീറ്റിലെ ഏറ്റവും പ്രസിദ്ധമായ ബാലുഷാഹിയുടെ റെസിപ്പിയാണ്. നല്ല ലെയറോട് കൂടിയ ബാലുഷാഹി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനൊക്കെയായി 2 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 കപ്പ് പഞ്ചസാര ആവശ്യമുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് നെയ്യ് വേണം. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ആവശ്യം. ഒരു ടീസ്പൂൺ മതി. ഇപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഈ മൈദ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് ജസ്റ്റ് നമ്മൾ ആദ്യം പൊടികളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഈ നെയ്യൊന്ന് ചേർക്കാം. നെയ്യും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞെരടി തന്നെ ഒന്ന് ചേർക്കണം. ഒന്ന് കൈ കൊണ്ട് മുറുക്കാൻ പറ്റണമെന്ന് നോക്കണം. മുറുക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം ഒന്ന് നോക്കണം. ഇപ്പം ഒന്ന് മുറുകി പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്കിൽ ഇത് നമ്മുടെ കണക്കാണ്. ഇപ്പം നെയ്യുടെ ആവശ്യം ഇനിയില്ല. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് ഇത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ചപ്പാത്തി മാവിന് ചെയ്യുമ്പോഴല്ല, ഇങ്ങനെ ചേർത്താണ് കുഴയ്ക്കേണ്ടത്. മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടെ. ഇങ്ങനെ ചേർത്ത് അതായത് ഇങ്ങനെ തേച്ചല്ല കുഴയ്ക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചേർത്താണ് ഒന്ന് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എങ്കിലാണ് നമുക്ക് ലെയർ ഫോം ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി മാവിന് പോലെ ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കുഴയ്ക്കുകയല്ല വേണ്ടത്. ഇങ്ങനെ ചേർത്ത് ഒന്ന് ഇങ്ങനെയാണ്. അപ്പോഴാണ് ലെയർ കിട്ടുന്നത് കേട്ടോ. ഇതാഇപ്പോൾ ലെയറായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ കുഴയ്ക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ. എങ്കിലാണ് നമുക്ക് ലെയർ ഫോം ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങ് ചപ്പാത്തി മാവിൻ്റെ പോലെയൊക്കെ അങ്ങ് ആയിപ്പോവും. അപ്പോൾ ഈ ഒരു കണക്കിന് നമ്മളൊന്ന് കുഴച്ചൊന്ന് വെക്കും. ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെ കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചേർത്ത് വെച്ചാൽ മതി. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു കണക്കിന് ഇങ്ങനെ മാവ് മുറുക്കാതെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ഇനി നമുക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം ഈ സമയം കൊണ്ട് നമുക്കൊന്ന് പഞ്ചസാര പാനി ഏകദേശം ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇപ്പം അതിലേക്ക് 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളവും ഇത്തിരി ഏലക്കപ്പൊടിയും ഇത്തിരി കളറിന് മഞ്ഞപ്പൊടിയും ചേർത്ത് ഞാനിപ്പോൾ സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി വേറെ ഒന്നുമില്ല. ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതി. ഉരുട്ടിയിട്ട് ഇതിനെ ഒന്ന് നടുകൂടെ കുഴിക്കുമ്പോൾ ഈ ഒരു ലെയർ അങ്ങ് ഫോം ചെയ്യും. ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. ആയിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഷോർട്ട്സ് ആയതുകൊണ്ട് ഇത്തിരി പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതിനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മാവ് ഇങ്ങനെ തേച്ച് കുഴയ്ക്കരുത്. ഇങ്ങനെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് യോജിപ്പിച്ച് വേണം എടുക്കാൻ. അത്രയും മാത്രം നോക്കിയാൽ നമ്മുടെ ബാലുഷാഹി റെഡിയായി വരും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഷുഗർ സിറപ്പ് 1 നുൽ പരുവാക്കിയിട്ടുണ്ട്. അതിലേക്ക് ബാലുഷാഹി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ബാലുഷാഹി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ എടുക്കണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.